എന്താണ് മേ ഹാവ് മൈറ്റ് ഹാവും തമ്മിലുള്ള ഡിഫറൻസ്? സിമ്പിൾ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം മേ ഹാവ് മൈറ്റ് ഹാവ്. ആദ്യം നമുക്ക് മേ ഹാവ് നോക്കാം. വെൻ യു തിങ്ക് സംതിങ് പ്രോബബ്ലി ഹാപ്പൻഡ്, എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന് കരുതി നമ്മൾ പറയാറില്ലേ? അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. ഇവിടെ മേ മൈറ്റിന്റെ കൂടെ ഹാവ് ഇല്ലേ? അപ്പോൾ ആക്ഷൻ കഴിഞ്ഞു. ആ കാര്യം അങ്ങനെ നടന്നിട്ടുണ്ടാകാം, ചെയ്തിരിക്കാം, ഉണ്ടായിരിക്കാം. ദർ ഇസ് എ ഗുഡ് ചാൻസ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് മേ ഹാവ് യൂസ് ചെയ്യാം. ഈ സെന്റൻസസ് നോക്കിയേ. നമ്മൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോകാറ്. ഇന്ന് കൂട്ടത്തിൽ ഒരാളെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പറയാണ് അവൻ നേരത്തെ സ്കൂളിലേക്ക് പോയിരിക്കാം. ഒരു 70 to 80% നമുക്ക് ഷുവർ ആണ് അവൻ നേരത്തെ പോയിരിക്കാം എന്നത്. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഹി മേ ഹാവ് ഗോൺ ടു സ്കൂൾ ഏർലി. അവൻ നേരത്തെ സ്കൂളിലേക്ക് പോയിരിക്കാം. അങ്ങനെ ചെയ്തിരിക്കാം, സംഭവിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ മേ ഹാവ് യൂസ് ചെയ്യുന്നത്. ഹി മേ ഹാവ് ഗോൺ ടു സ്കൂൾ ഏർലി. ഇനി ഇപ്പൊ പറഞ്ഞ അതേ കാര്യം അത്ര സാധ്യതയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്ത് പറയാണ് അവൻ ചിലപ്പോൾ സ്കൂളിലേക്ക് നേരത്തെ പോയിരിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര ഉറപ്പൊന്നുമില്ല, എന്നാലും അങ്ങനെ ആയിരിക്കാം എന്ന് പറയാണ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ മേ അല്ല യൂസ് ചെയ്യുന്നത്, മൈറ്റ് ആണ്. സാധ്യത കുറവുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മേ അല്ല, മൈറ്റ് ആണ്. മൈറ്റ് യൂസ് ചെയ്യുന്നത് ഒരു വീക്കർ പോസിബിലിറ്റി കാണിക്കാനാണ്. ഹി മൈറ്റ് ഹാവ് ഗോൺ ടു സ്കൂൾ ഏർലി. അവൻ അങ്ങനെ നേരത്തെ പോകുന്ന പതിവ് ഇന്ന് വരെ ഇല്ല, എന്നിരുന്നാലും പോയിരിക്കാം എന്ന് പറയുന്നതാണ്. അത്ര ഉറപ്പൊന്നുമില്ല. ഹി മൈറ്റ് ഹാവ് ഗോൺ ടു സ്കൂൾ ഏർലി. ഇവിടെ ശ്രദ്ധിച്ചോ, മേ മൈറ്റ് ഹാവ് എന്നിവയ്ക്ക് ശേഷം ഞാൻ ഗോൺ എന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗോ എന്ന വെർബിന്റെ രണ്ടാമത്തെ രൂപം വെന്റ് ആണ്, മൂന്നാമത്തെ രൂപമാണ് ഗോൺ, V3 ഫോം. അപ്പോ മേ ഹാവ് മൈറ്റ് ഹാവ് ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് V3യിലെ വേർബാണ്, V3. അടുത്ത സെന്റൻസസ് നോക്കാം. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വഴി തെറ്റി. അപ്പൊ ഞാൻ പറയാണ് അവൾ തെറ്റായ ടേൺ ആയിരിക്കാം എടുത്തിരിക്കുക. ഇതെനിക്ക് അത്ര ഉറപ്പുള്ള കാര്യമല്ല. വഴി തെറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു റീസൺ പറഞ്ഞതാണ്. ഇത് തന്നെയാണോ റീസൺ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഒരു വീക്കർ പോസിബിലിറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈറ്റ് ആണ്. ഷീ മൈറ്റ് ഹാവ് V3 വേണ്ടേ? ടേക്കൺ ദ റോങ് ടേൺ. ഇത് തന്നെയാണോ റീസൺ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഒരു വീക്കർ പോസിബിലിറ്റി, ജസ്റ്റ് ഒരു ഗസ് ആണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മൈറ്റ് ഹാവ് യൂസ് ചെയ്തു. ഷീ മൈറ്റ് ഹാവ് ടേക്കൺ ദ റോങ് ടേൺ. അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാകാം. എനിക്ക് ഏകദേശം ഉറപ്പാണ് അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാകാം എന്ന കാര്യത്തിൽ. അപ്പൊ നമുക്ക് എഴുതാം ദേ മേ ഹാവ് റീച്ച്ഡ് ടു ഹോം. വേണ്ട, റീച്ച്ഡ് ഹോം ബൈ നൗ. ഈ സമയത്തിനുള്ളിൽ അവരവിടെ എത്തിയിട്ടുണ്ടാകാം. ഇപ്പൊ അവരവിടെ എത്തിയിട്ടുണ്ടാകാം. ഏകദേശം എനിക്ക് ഉറപ്പാണ് അവരവിടെ എത്തിയിട്ടുണ്ടാകാം എന്നുള്ള കാര്യം. ദേ മേ ഹാവ് റീച്ച്ഡ് ഹോം ബൈ നൗ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് നീ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു എന്നൊക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഒരു അൺറിയൽ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ എക്സാം പാസ്സാകുമായിരുന്നു. പഠിച്ചതുമില്ല, പാസ്സായതുമില്ല. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസ് പറയാനായിട്ട്, ഒരു അൺറിയൽ പാസ്റ്റ് പറയാനായിട്ട് നമുക്ക് മൈറ്റ് ഹാവ് യൂസ് ചെയ്യാം. അതിന്റെ 2 എക്സാമ്പിൾ കൂടി ഞാനിവിടെ പറയാം. You might have
You might have won. V3 അല്ലേ? If you had practiced well. If you had practiced well. നീ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നീ വിജയിക്കുമായിരുന്നു. You might have won if you had practiced well. ഇതൊരു അൺറിയൽ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ഞാൻ യൂസ് ചെയ്തത് might have ആണ്. ഇനിയൊരു എക്സാമ്പിൾ കൂടി പറയാം. നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു. നീ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു. You might have passed if you had studied harder. നീ കുറച്ചുകൂടി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സാകുമായിരുന്നു. You might have passed if you had studied harder. അപ്പൊ ഇത്തരത്തിലുള്ളൊരു അൺറിയൽ പാസ്റ്റ് പറയാനായിട്ട് ഞാൻ ഏത് വേർഡ് യൂസ് ചെയ്തു? might have യൂസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ may have, might have നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന 2 ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസ് ആണ് may have, might haveന്റെ ബേസിൽ പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.